നമസ്കാരം. ആനന്ദ് സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. 5 നാൾ നീണ്ട അതിർത്തി സംഘർഷങ്ങൾ അവസാനിപ്പിച്ച് തായ്ലൻഡും കംബോഡിയയും സമാധാനത്തിന് കൈകൊടുത്തു. ഇന്നലെ അർദ്ധരാത്രി മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. ന്യൂയോർക്ക് നഗരത്തിൽ 345 പാർക്ക് അവന്യൂവിലെ കെട്ടിടത്തിൽ തിങ്കളാഴ്ച US പ്രാദേശിക സമയം വൈകിട്ട് 6:30 വെടിവയ്പുണ്ടായി. വെടിവയ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും 2 പ്രദേശവാസികളും ഉൾപ്പെടുന്നു. പ്രത്യേക വ്യാപാര കരാറുകൾ ഏർപ്പെടാത്ത രാജ്യങ്ങളിൽ നിന്ന് US-ലേക്കുള്ള ഇറക്കുമതിക്ക് 15 മുതൽ 20% വരെ മൊത്തത്തിലുള്ള തീരുവ ഏർപ്പെടുത്തുമെന്ന് അറിയിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2024 രാജ്യത്ത് കുറഞ്ഞത് 405 ദുരഭിമാന കൊലപാതകങ്ങൾ നടന്നതായി പാകിസ്ഥാൻ മനുഷ്യാവകാശ കമ്മീഷൻ. ഇതിൽ ഭൂരിഭാഗവും കുടുംബത്തിന്റെ അഭിമാനം സംരക്ഷിക്കാനായി ബന്ധുക്കളാൽ കൊല്ലപ്പെട്ട സ്ത്രീകൾ. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 78 പേർ കൊല്ലപ്പെട്ടു. ഖാൻ യൂനിസ് നഗരത്തിന് സമീപത്തായി 2 ഇടങ്ങളിൽ വീടുകൾക്കു നേരെയുണ്ടായ ആക്രമണത്തിൽ 23 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു യുവതിയുടെ ഉദരത്തിൽ 7 മാസം പ്രായമായ കുഞ്ഞുണ്ടായിരുന്നു. ജാർഖണ്ഡിലെ ദിയോഘറിൽ കാൻവാർ തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് 18 പേർ മരിച്ചു. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം. നിരവധി പേർക്ക് പരിക്കേറ്റതായും BJP MP നിഷികാന്ത് ദുബെ അറിയിച്ചു. മേഘാലയയിൽ 4000 മെട്രിക് ടൺ കൽക്കരി ഡിപ്പോകളിൽ നിന്ന് കാണാതായ സംഭവത്തിൽ വിചിത്ര വിശദീകരണവുമായി സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രി കിർമൻ ഷെയ്ല. മൻസൂർ മഴയിൽ കൽക്കരി ഒഴുകിപ്പോയിട്ടുണ്ടാകുമെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായുള്ള അവകാശവാദങ്ങൾ തള്ളി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. നിമിഷപ്രിയ കേസിൽ ചില വ്യക്തികൾ പങ്കിടുന്ന വിവരങ്ങൾ തെറ്റാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെയും അമേരിക്കയുടെയും ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ നിസാർ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ ബുധനാഴ്ച വിക്ഷേപിക്കും. കാങ്കറിലെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കിടെ അതിക്രമം. ഒരു സംഘം പള്ളിയിലേക്ക് അതിക്രമിച്ചു കയറി സാധനങ്ങൾ തല്ലി തകർത്തു. മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിച്ചാണ് ആക്രമണം നടത്തിയത്. ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർലമെന്റിൽ പുരോഗമിക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ലോക്സഭയെ അഭിസംബോധന ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കും 1 മണിക്കും ഇടയിൽ അമിത്ഷാ ലോക്സഭയെ അഭിസംബോധന ചെയ്യുമെന്നാണ് വിവരം. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ച വിധിയിലെ ഭരണഘടനാപരമായ വിഷയങ്ങളിൽ നിലപാട് തേടി രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകിയ പ്രസിഡൻഷ്യൽ റഫറൻസ് മറുപടി നൽകാതെ മടക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർക്കാർ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടികയിൽ പേരിലും വിലാസത്തിലും വാർഡിലും സംഭവിച്ച പിശകുകൾ തിരുത്താനാകാതെ ജനം വലയുന്നു. 5 ദിവസത്തിനിടെ തിരുത്തലിന് അപേക്ഷിച്ചത് 18,000 പേർ മാത്രം. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് ജയിലിലടച്ച അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സന്യാസി സമൂഹാംഗം സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ ഉദയഗിരി പുലരിയിലെ വീട്ടുകാർ 2 ദിവസമായി ആശങ്കയിൽ. ഫോൺ ഉൾപ്പെടെയുള്ളവ പോലീസ് പിടിച്ചെടുത്തതിനാൽ സിസ്റ്ററുമായി ആശയവിനിമയം നടത്താൻ പറ്റുന്നില്ല. കണ്ണൂർ വിമാനത്താവളത്തിൽ 4 മെഗാവാട്ടിന്റെ സോളാർ പവർ പ്ലാന്റിന്റെ പ്രവൃത്തി തുടങ്ങി. കിയാൽ MD C ദിനേശ് കുമാർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ജയകൃഷ്ണൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. UDF-നെ നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല എങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രഖ്യാപനം ധീരവും കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെയും UDF-ന്റെയും അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതുമാണെന്ന് BM സുധീരൻ. കവടിയാറിലെ ഭൂമി തട്ടിപ്പ് കേസിൽ DCC അംഗമായ അനന്തപുരി മണികണ്ഠൻ പിടിയിൽ. ബാംഗ്ലൂരിൽ വെച്ച് തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് പിടികൂടിയത്. തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനാണ് മണികണ്ഠൻ. ജയിൽ ചാടാൻ കൊടുങ്കുറ്റവാളി ഗോവിന്ദചാമിക്ക് ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്ന് ഉത്തരമേഖല ജയിൽ DIGയുടെ അന്വേഷണ റിപ്പോർട്ട്. ജയിലിനകത്ത് സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു. അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ ജഗദീഷിന്റെ നിർണായക നീക്കം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതയെ പരിഗണിച്ചാൽ മത്സരത്തിൽ നിന്ന് പിന്മാറാമെന്ന് ജഗദീഷ്. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും നിലപാടറിയിച്ചു. താരസംഘടനയായ അമ്മയുടെ തലപ്പത്തിൽ സ്ത്രീകൾ വരണമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. സ്ത്രീവിരുദ്ധ സംഘടനയാണ് അമ്മ എന്ന ചർച്ചകളുണ്ടെന്നും അത് മാറണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സ്പീഡ് ന്യൂസ് അവസാനിച്ചു. നന്ദി.